ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ജോയൽ ജോഷുവ, കോതമംഗലം സെന്റ് ജെയിംസ് CSI ചർച്ചിലെ സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 256 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 135 ചില പ്രത്യേക കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ദൈവം അത് ആവർത്തിച്ച് പറയുന്നു. 135 സങ്കീർത്തനത്തിലെ അവസാന വാക്യങ്ങൾ 115 സങ്കീർത്തനത്തിന് സമമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല എന്ന് സങ്കീർത്തനം 135 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നാം വിഗ്രഹാരാധനയുടെ മൂഢത കാണുന്നു. മനുഷ്യന്റെ കൈവേലയായ വെള്ളിയെയും സ്വർണത്തെയും ആരാധിക്കുക. ഇപ്പോഴും അത് തുടരുന്നില്ലേ? പലരും തങ്ങളുടെ സ്വന്തം കൈവേലയെ ആരാധിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? നിങ്ങൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവോ, എന്തിനു വേണ്ടി യാഗം കഴിക്കുന്നുവോ, എന്തിനു വേണ്ടി ജീവിക്കുന്നുവോ അത് നിങ്ങളുടെ ദൈവമാണ്. ചിലർക്ക് അത് പണമാണ്, ചിലർക്ക് അത് അവരുടെ സമ്പത്താണ്, ചിലർക്ക് ചില മോഹങ്ങളാണ്. സങ്കീർത്തനക്കാരൻ ഇത് എത്ര വലിയ വിഡ്ഢിത്തരമാണെന്ന് നമ്മെ കാണിക്കുന്നു. വിഗ്രഹങ്ങൾക്ക് വായുണ്ട്, എന്നാൽ അവയ്ക്കൊരു വാഗ്ദത്തവും നൽകാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. അവൻ വചനത്തിലൂടെ വാഗ്ദത്തങ്ങളെ നൽകുന്നു. വിഗ്രഹങ്ങൾക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, യാതൊരു സംരക്ഷണവും അവ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നില്ല. ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും യഹോവയുടെ കണ്ണ് നമ്മെ വീക്ഷിക്കുന്നു. അവൻ ഒരിക്കലും ഉറങ്ങുന്നില്ല. അവൻ തന്റെ മക്കൾക്കായി കാത്തിരിക്കുന്നു. വിഗ്രഹങ്ങൾക്ക് ചെവിയുണ്ടെങ്കിലും അവ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിങ്ങളൊരു വിഗ്രഹത്തോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നു. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ ചെവികൾ നമ്മുടെ കരച്ചിൽ കേൾപ്പാൻ തുറന്നിരിക്കുന്നു. അവൻ പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. വിഗ്രഹാരാധനയിലെ ഏറ്റവും മോശമായ കാര്യം നാം ആരാധിക്കുന്ന ദൈവത്തെ പോലെ നാം ആയിത്തീരും എന്നതാണ്. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവരും അങ്ങനെ തന്നെ എന്ന് സങ്കീർത്തനം 135 8 വാക്യത്തിൽ പറയുന്നു. നാം ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ നാം അവനെ പോലെ ആയിത്തീരും. നാം യേശുക്രിസ്തുവിന്റെ പ്രതിച്ഛായയിലേക്ക് മാറ്റപ്പെടും. നിങ്ങൾ ആരാധിക്കുന്നത് എങ്ങനെയെന്ന് കരുതിക്കൊള്ളുക. ദൈവത്തിന് പകരം അനേകം വിഗ്രഹങ്ങളെ കൊണ്ടുവരുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ അന്യദൈവങ്ങളെ സ്ഥാപിക്കരുത്, അവരെ മാത്രമേ ആരാധിക്കാവൂ. ദൈവ ആരാധനയെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവയെ നീക്കിക്കളയുക. സത്യദൈവത്തിന്റെ പാതയിൽ നടക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹാനുകാരനുവാനായ ദൈവമേ, ഇന്നൊരു നല്ല പകൽക്കാലം കൂടി ഞങ്ങൾക്ക് നൽകിയതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഈ മനോഹരമായ വേദഭാഗം ചിന്തിക്കുവാനും ഇതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഈ അവസരം ഒരുക്കി തന്ന ജോൺസൺ സാറിനും ടീമിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണമേ. ആമേൻ.